ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഷിംല യാത്ര തുടരുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഷിംലയിൽ എത്തി അവിടുന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ഷിംലയിലെ ഏറ്റവും പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ജാക്കു ടെമ്പിൾ സന്ദർശിച്ച വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ജാക്കു ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാക്കു ഹനുമാൻ ടെമ്പിളിൽ നിന്ന് 12 കിലോമീറ്ററാണ് കുഫ്രിയിലേക്കുള്ള ദൂരം. അപ്പോൾ മനോഹരമായ ഒരു ടണലൊക്കെ കടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ലഞ്ചും കൂടി കഴിച്ചിട്ട് കുഫ്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. കുഫ്രി എന്ന് പറഞ്ഞാൽ നോർമൽ സ്നോ സീസണൊക്കെ ആണെങ്കിൽ നിറയെ മഞ്ഞ് വീണ് കിടന്ന് സ്നോ ആക്ടിവിറ്റീസൊക്കെ കുറേ ഉള്ള സ്ഥലമാണ്. ഇത് ഷിംലയിലത്തെ ഇൻ്റർനാഷണൽ ബസ് ടെർമിനലാണ്. നല്ല ബിൽഡിംഗ് ഒക്കെയാണ്, പക്ഷേ ബസ് ഒന്നും അത്ര ഭംഗിയുള്ള ബസ്സല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, കുറച്ചിങ്ങനെ ഇത്തിരി പൊടി പിടിച്ച മാതിരിയൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കുഫ്രിയിൽ മഞ്ഞ് വീഴാൻ താമസിച്ച കാരണം തന്നെ വലിയ മഞ്ഞിൻ്റെ അക്യുമുലേഷനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും അവിടെ എന്താ ഉള്ളതെന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ്. നോൺ സ്നോ സീസണിൽ കുഫ്രി എങ്ങനെ ഇരിക്കും എന്ന് ഒന്നറിയാമല്ലോ. അങ്ങനെ ഞങ്ങളത് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട് വഴിയിൽ, ഹൈവേയിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ നല്ല നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉള്ള വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. ഇപ്പോൾ ഫുൾ മരം കൊണ്ടുള്ള റൂഫും ഫ്ലോറും ഒക്കെയായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂവും നല്ലതായിരുന്നു. ഹിമാചലത്തെ ശിവാലിക് മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നേരെ കുഫ്രിയിലേക്ക് പോവുകയാണേ. അപ്പോൾ നമുക്കിനി കുഫ്രിയിലത്തെ കാഴ്ചകൾ കാണാം, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ അത് കണ്ടോ, പോകുന്ന വഴിയിൽ മുഴുവൻ ഇങ്ങനെ യാക്കിനെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി യാക്കിൻ്റെ പുറത്ത് കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിൽ ഹിമാചലി ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് യാക്കിൻ്റെ പുറത്ത് കയറി ഫോട്ടോസ് എടുക്കാം. നമ്മളീ പോകുന്ന വഴിയിൽ മുഴുവൻ അങ്ങനെ കുറേ യാക്കുകളെയൊക്കെ കാണാം. ഇത് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ കൺസ്ട്രക്ഷൻ. ഇഷ്ടം പോലെ യാക്കുണ്ട്. മങ്കി ഇവിടെ നോർമൽ മങ്കിയാ തോന്നുന്നു. ധരംശാലയിലും ഡെലോസിലും നിറയെ സിംഹവാലൻ, ഫുള്ള് ഡെലോസ് നിറച്ചത്. നല്ല ഭംഗിയില്ലേ, നല്ല രസല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 2720 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കുഫ്രി. ഈ കുഫ്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് നേപ്പാൾ ഭരണകൂടത്തിൻ്റെ അധീനതയിലായിരുന്നു. അപ്പം നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഹിമാലയൻ രജിസ്ട്രേഷൻ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവർ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസക്കനുസരിച്ച് 5 പോയിൻറ്റ്, 4 പോയിൻറ്റ്, 3 പോയിൻറ്റ് അങ്ങനെയൊക്കെ ഇവർ 4x4 വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 5 പോയിൻറ്റ് അദ്ദേഹം കാണിക്കും ഞങ്ങളെ ഒരു 2-2.5 മണിക്കൂറിനകത്ത് ബൊലേറോയിൽ. ഇപ്പോൾ 5000 രൂപയാണ് 7 പേർക്ക് കൂടി കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയാണ്, അദ്ദേഹം ഡ്രൈവ് ചെയ്ത് വരും. 2-2.5 മണിക്കൂറിനകത്ത് 5 സ്ഥലങ്ങൾ കാണിക്കും. അതായത് ഒരു ദേവദാരു വൃക്ഷങ്ങൾ നിറഞ്ഞ കാട്ടിക്കൂടെയുള്ള ഒരു ഓഫ് റോഡ് ഡ്രൈവ്, പിന്നെ ആപ്പിൾ തോട്ടം, പിന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ ഒരു പൊട്ടേറ്റോ റിസർച്ച് സെൻറ്ററും അതിനോടനുബന്ധിച്ചിട്ട് ഒരു അമ്പലവും, പിന്നെ ഒരു ലേക്കും. ഇത്രയും സ്ഥലങ്ങൾ 2.5 മണിക്കൂറിൽ 5000 രൂപ കൊടുത്താൽ ഈ വണ്ടിയിൽ നമ്മളെ കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയും മഞ്ഞൊന്നും വീണിട്ടില്ല. ഇപ്പോൾ സ്നോൻ്റെ അക്യുമുലേഷൻ എവിടെയില്ല. അപ്പോൾ സ്നോ കാണാൻ പറ്റില്ല. ഇത്രയും സ്ഥലങ്ങൾ അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അത് കണ്ടേക്കാമെന്ന് വിചാരിച്ചതേ ബൊലേറോയിൽ പോവാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയത് ഒരു വനത്തിലേക്കാണ്. ഇതിപ്പോൾ ചുറ്റും ദേവദാരു വൃക്ഷങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ്, ഹിമാചൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ വലിയ വലിയ മരങ്ങളൊക്കെ 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ്
ലേലത്തിൽ പോകുന്നതെന്ന് പറയുന്നത്. ഒരു ദേവദാരു മരത്തിന് തന്നെ 4-5 ലക്ഷം രൂപ വില വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ദേവദാരു മരങ്ങൾ നല്ലോണം ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചർ നിർമ്മാണത്തിനും കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യും. ഈ ദേവദാരു ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ തടി യൂസ് ചെയ്യുന്നത് കശ്മീരിൽ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കാനാണ്. അതേപോലെ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെന്താ റെയിൽവേയിൽ സ്ലീപ്പേഴ്സ്, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഈ മരത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കോസ്റ്റ്ലി ആയിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ ഓയിൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിപ്പല്ലൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്സിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഓഫ് റോഡ് ഡ്രൈവ് തന്നെയാണ്. അദ്ദേഹം പറയുമായിരുന്നു നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ സ്നോ ലെപ്പേർഡിനെയൊക്കെ അദ്ദേഹം ഇതേപോലെ ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്ന്. ഈ ദേവദാരു വൃക്ഷം ഒരു നാച്ചുറൽ ഇൻസെക്ട് റെപ്പല്ലൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും ഈ ഇതിൻ്റെ തടിയും കൊണ്ടുള്ള ബോക്സിലാണ് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രാണികളെയൊന്നും പേടിക്കണ്ടല്ലോ. ചീത്തയാവാണ്ട് കുറേ വർഷങ്ങളോളം കേടുകൂടാണ്ട് ആ ബോക്സിനകത്ത് ഗോതമ്പും അതേപോലത്തെ ധാന്യങ്ങളൊക്കെ ഇരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഈ ദേവദാരു മരത്തിന് നാച്ചുറലായിട്ടൊരു സ്മെല്ലുണ്ട്. നല്ലൊരു അരോമാറ്റിക്കായ വുഡാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ എന്താണ് ചന്ദനത്തിരികൾ ഉണ്ടാക്കാനും പിന്നെ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഹോമകുണ്ടത്തിൽ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ തടി കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ദേവദാരു മരം അറിയപ്പെടുന്നത് തന്നെ വുഡ് ഓഫ് ഗോഡ്സ് എന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളത് ന്യൂ കുഫ്രി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. നമ്മൾ വന്ന വഴിയിലുള്ളതാണ് ഓൾഡ് കുഫ്രി. അപ്പോൾ ഓൾഡ് കുഫ്രിയിലാണ് ഒരു വൈൽഡ് ലൈഫ് സൂവും പിന്നെ മഹാസൂ പീക്ക് എന്ന് പറഞ്ഞിട്ട് കുഫ്രിയിലത്തെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഈ മഹാസൂ പീക്കിലേക്കൊക്കെ ട്രക്കിംഗ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ, കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ. ഓഫ് റോഡ് ചെയ്യാൻ പോലുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ സൂവിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കാര്യമായിട്ട് ആനിമൽസ് ഒന്നും ഇല്ല. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൻറ്റിലോപ്സും പിന്നെ സ്നോ ബെയറും ഒക്കെ. പിന്നെ ഹിമാചലിൻ്റെ സംസ്ഥാന പക്ഷിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുഫ്രിയിലത്തെ ഗ്രീൻ വാലി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൂടെയാണ്. അപ്പോൾ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് പച്ച നിറത്തിൽ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഗ്രീൻ വാലി എന്നറിയപ്പെടുന്നത്. നമ്മൾ ഡൽഹൗസി പോയപ്പോഴും അവിടെയും ഒരു ഗ്രീൻ വാലി ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഡൽഹൗസിൽ നിന്ന് കജിയാറിൽ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഒരു ഗ്രീൻ വാലി ഉണ്ട്. അപ്പോൾ ഈ വനത്തിൽ കൂടെയുള്ള യാത്ര നല്ല രസമാണ്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്, സമയം 3:30 കഴിഞ്ഞു. അപ്പോൾ ഈ ദേവദാരു വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ വരുന്ന സൂര്യരശ്മികളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ വനത്തിൽ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ആപ്പിൾ തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ആപ്പിളൊക്കെ ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നല്ല ബ്ലാക്ക് കളറിൽ നിൽക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഉണങ്ങി നിൽക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ആപ്പിൾ ചെടികൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇറങ്ങുകയാണേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കും. ഇനി വിൻ്റർ കഴിയുമ്പോഴത്തേക്കും ഇലകളൊക്കെ വന്ന് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ജന്നത്ത് മാതിരി ഉണ്ടാവും എന്നാണ് പറയുന്നത് കാണാൻ. അതിനുശേഷം ജൂൺ ജൂലൈയിൽ ജൂലൈ ഓഗസ്റ്റിൽ പൂ വന്ന് കഴിയുമ്പോൾ പിന്നെ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ആപ്പിൾ സീസൺ. ഇപ്പോൾ ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ ആപ്പിൾ തോട്ടമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു മരത്തിൽ മാത്രം 1-2 പൂക്കളുണ്ട് അബദ്ധത്തിൽ, ബാക്കിയൊക്കെ ഇതേപോലെ ഉണങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ലേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ചെറിയ വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. ആപ്പിൾ തോട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോവാണ്. വന്ന വഴിയല്ല, വേറെ വഴി കൂടിയാണ് പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ നിറയെ ആപ്പിൾ തോട്ടങ്ങളാണ്. ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ നടുവിൽ തന്നെ അതിൻ്റെ പണിക്കാരുടെയും ഒക്കെ വീടുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു വീടുകൾ.
ഇവിടെയൊക്കെ കണ്ട ഈ വൈറ്റ് കളറിൽ കാണുന്നത് കുഞ്ഞു കുഞ്ഞ് മഞ്ഞിൻ്റെ ശകലങ്ങൾ വീണ് കിടക്കുന്നതാണ്, നല്ലോണമൊന്നും വീണിട്ടില്ല. കുഫ്രി അങ്ങനെ ഓൾ ഇയറിൽ കുറച്ച് നോർമൽ ടെമ്പറേച്ചർ 15-16 ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതായത് നമുക്കൊരു സമ്മർ എസ്കേപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് കുഫ്രി. പക്ഷേ ഇപ്രാവശ്യം മഞ്ഞ് വീഴാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ തീരെ മഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, ഈ സമയത്തൊക്കെ നല്ലോണം മഞ്ഞ് വീണ് കിടക്കേണ്ടതാണ്. പക്ഷേ അത് എത്രയും കുറഞ്ഞ അളവിൽ കുഞ്ഞു കുഞ്ഞ് മാത്രമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തി. സ്നോ കിങ്ഡം കുഫ്രി എന്നാണ് അതിൻ്റെ പേര്. ഈ സ്നോ കിങ്ഡത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഗോ കാർട്ട് ട്രാക്ക് ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഈ സ്നോ പാർക്ക്. കുഫ്രി ഫൺ ക്യാമ്പസ് എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ പേര്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് റൈഡ്സ് ഉണ്ട്, പിന്നെ പൂളുണ്ട്, അതുകൂടാണ്ട് സ്നോ കിങ്ഡം ഉണ്ട്. നമുക്ക് ഒരു ശരിക്കുള്ള സ്നോ ലൈക്ക് അറ്റ്മോസ്ഫിയർ ആ സ്നോ കിങ്ഡത്തിൽ കിട്ടും. ഇപ്പം കുഫ്രിയിൽ മഞ്ഞില്ലെങ്കിലും മഞ്ഞ് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഈ സ്നോ കിങ്ഡത്തിൽ വന്നിട്ട് ആസ്വദിക്കാം. ഇതിപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിനുള്ള വ്യൂ ആണ്. അപ്പം ഞങ്ങൾ അവിടെ ചാർജസ് ഒക്കെ ചോദിക്കുമ്പോൾ സ്നോ പാർക്കിൽ വലിയവർക്ക് 1200 രൂപയും കുട്ടികൾക്ക് 708 രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോർമൽ പാർക്കിലും 1-2 റൈഡ് യൂസ് ചെയ്യാം. പക്ഷേ അത് അത്രയും ഞങ്ങൾക്ക് റീസണബിളായിട്ട് തോന്നിയില്ല. ഇപ്പോൾ നമ്മൾ ഈ സ്നോയിൽ കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾക്ക് 1200-ഉം 708 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് തോന്നിയിട്ട് അവർ പറഞ്ഞു ഒരാൾക്ക് 354 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3 വലിയവർക്ക്, കുട്ടികൾക്ക് വേണ്ട, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗെയിംസ് കളിക്കാം, ബാക്കി നമുക്ക് ഈ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 354 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് പാർക്കിൻ്റെ അകത്ത് കയറുകയാണ്. അപ്പോൾ സ്നോ പാർക്കിൽ എൻട്രി അവൈലബിൾ അല്ല ഈ ടിക്കറ്റിൽ. വെറുതെ കാണാം. ഇതൊക്കെ ഷിംലയിൽ അട്രാക്ഷൻ. ഹാത്തു ടെമ്പിൾ, നാർക്കണ്ട, അഡ്വാൻസ് സ്റ്റഡി സെൻറ്റർ ഷിംല, പ്രഷാർ ലേക്ക് മണ്ഡി, ഹെറിറ്റേജ് റെയിൽവേ ട്രാക്ക് ഷിംല, അഡ്വഞ്ചർ റിസോർട്ട് ന്യൂ കുഫ്രി. ഇത് ഫോട്ടോഷോപ്പായി ഇവിടെ. നല്ല തണുപ്പുണ്ട്. റെസ്റ്റോറന്റ് വേണ്ട എന്തിനാ? 354 ടിക്കറ്റ്. ആടി എൻ്റെ അമ്മ തന്നിട്ട് ഇൻഡോർ ആക്ടിവിറ്റീസ്. നല്ല തണുപ്പായിട്ടാ. ലിഫ്റ്റൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ആയി തോന്നുന്നു. അതെന്നാ പറയുന്നത്, ഡാഷിംഗ് കാർ, ആർച്ചറി. കുട്ടികളും ഞങ്ങൾ ഡാഷിംഗ് കാർ ആക്ടിവിറ്റി ചെയ്തേ. അപ്പോൾ ഒരു കാറിൽ 2 പേർക്ക് ഇരിക്കാം. അപ്പോൾ 3 കുട്ടികളും ഞങ്ങൾ 3 പേരും കൂടി കുറച്ച് സമയം കാർ ഓടിച്ച് കളിച്ചു. ഇത് ഫ്രീ ആണ്, അത് അയാൾ പറഞ്ഞു അങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞു. ഇത് കോമൺ ആയിട്ടുള്ള ആയിരിക്കും. ഇത് കൊള്ളാട്ടെ, ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതുകൊണ്ട് കൊള്ളാം, തണുപ്പെത്തൂല അവിടെ. ഷേസാദ് ആദ്യം തിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഷേസാദിനോട് പറഞ്ഞു ഞാൻ സ്റ്റിയറിംഗ് പിടിക്കാം, കുഞ്ഞ് ആക്സിലറേറ്റർ ചവിട്ടിക്കാം. ഇനി കുട്ടികൾ മാത്രമായിട്ട് മിറർ മേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണാടി വീട്ടിൽ കയറാമെന്ന് അവർ പറയുന്നത്. ഒരു അഡൾട്ടിന് കൂടെ കയറാം കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ഇതേ ഗ്ലാസ് ഹൗസിൽ കയറിയിരിക്കണേ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുള്ള എക്സ്പീരിയൻസ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ വഴിയെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ എന്നാലും ഈ ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നേ.
നടക്ക് കണ്ടോ, അവൻ നല്ല ധൈര്യവാൻ. കേറ് കേറ്, കേറിക്ക് ഒന്നും ആവില്ല. മാറ്. ഐസിന്റെ കൈ ആറ്റി പിടിക്കട്ടെ. നടക്ക് നടക്ക്. സൂപ്പർ. നിക്ക് നിക്ക്. ഹായ് ഹായ്. ആജു, നീ എന്താ പറഞ്ഞ ഐസിനെ നോക്കണമെന്നോ? ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവാൻ അവനായിരുന്നു, അറിയോ? ഇതെനിക്ക് രണ്ടും പേടി. ഇങ്ങോട്ട് കഴിഞ്ഞു, ചലോ പോവാം. അതെ, ഈ വ്യൂല് ഇനി നമ്മൾ പോകുന്നത് ഒരു പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. സ്റ്റെപ്പ് ഫാമിംഗ് രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു ദേവി മന്ദിറും കൂടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും മാതാ റാണീൻ്റെ മന്ദിറിൻ്റെ അടുത്തെത്തി. ഇവിടെ റിസോർട്ട്സും ഈ അഡ്വഞ്ചറസ് ഗെയിംസിനുള്ള ആക്ടിവിറ്റീസിനൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മഞ്ഞല്ലാത്തത് കൊണ്ട് തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. അപ്പം അദ്ദേഹം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ഇവിടെ നിന്ന് കുറേ സ്റ്റെപ്സുകൾ കയറി മുകളിൽ പോയി കഴിയുമ്പോൾ ദേവി മാതാ മന്ദിറുമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണേ. ഇപ്പം നമ്മളുള്ളത് കുഫ്രിക്കടുത്തുള്ള ഫഗു എന്നുള്ള സ്ഥലത്താണ്. ഫഗു അല്ലെങ്കിൽ ഫാഗു, FAGU. അപ്പോൾ അവിടെയുള്ള ദേശു മാതാ കാളി മാതാ മന്ദിറിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 400 സ്റ്റെപ്സ്, അതായത് 500 മീറ്റർ കയറുമ്പോഴാണ് നമ്മൾ ഈ കാളിമാതാ മന്ദിറിൽ ചെല്ലുന്നത്. ഇപ്പോൾ കുഫ്രിയിലത്തെ ദേശു പീക്കിലാണ് ഈ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹിമാചലിൻ്റെ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതേ സ്റ്റെപ്സ് കയറി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 200 സ്റ്റെപ്സ് എന്നാണ്, പക്ഷേ ഏകദേശം 400-ന് മുകളിലുണ്ടായിരുന്നു. ചുറ്റും പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നല്ല ലൊക്കേഷനാണ്. പക്ഷെ കയറുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളങ്ങനെ കയറി ഏകദേശം പകുതി വഴിയായി. അവർ വന്നില്ല, ഇത്രയും സ്റ്റെപ്സ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളങ്ങനെ കുറച്ച് സമയം നിന്നും പിന്നെ ഇത്ര സമയം ഇരുന്നും റെസ്റ്റ് എടുത്തൊക്കെ അങ്ങനെ പതുക്കെ കയറുകയാണ്. എന്തായാലും ലക്ഷ്യം കണ്ടിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. ഹലോ, ചായ ഒരു മിനിറ്റ്, നമ്മൾ ഇപ്പോഴത്തേക്ക് മതി പറഞ്ഞു. കുറച്ച് ടൈം എടുക്കും, ഇനി എത്തിയില്ല. ആ സാധനം നിൽക്കുന്നല്ലോ, വരാഞ്ഞു നന്നായി. ഇത് 200 സ്റ്റെപ്പിൻ്റെ എന്ത് പറഞ്ഞു. ഞാൻ ആ കാണുന്നതിലേക്ക് വേളാന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഭയങ്കര കേട്ടടാ, കളിച്ച് 2 സെക്കൻഡ് ഇരുന്നിട്ട് കയറാം. സമുദ്രനിരപ്പിൽ നിന്ന് 3300 മീറ്റർ ഉയരത്തിലാണ് ഈ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് ഈ ദേവി മാതാ മന്ദിറിലെത്തി. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ ഹിൽ ടോപ്പ് അമ്പലങ്ങളെയും പോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ രക്ഷകയായി കണ്ടാണ് കാളിമാതയെ ഇവിടെ ആളുകൾ ആരാധിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലെ പൂജാരിയും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു വീടുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത്രയും സ്റ്റെപ്സ് കയറി വരുന്നതും പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതിട്ട് വരാം. ഇതാണ് അമ്പലത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച. അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ടൊരു ബോർഡൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ വായിച്ച് നോക്കാം. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടി ദേവിയുടെ. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പം ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇവിടെ നിന്ന് ഹിമാചൽ 360 ഡിഗ്രി വ്യൂ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇപ്പോൾ സൺസെറ്റ് ആവാറായതുകൊണ്ട് തന്നെ മലകളൊക്കെ സൂര്യരശ്മികളേറ്റ് ഇങ്ങനെ
ചുവന്ന് തുടുത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ 400 സ്റ്റെപ്സ് കയറി മുകളിൽ വന്നത് വെറുതെ ആയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കാഴ്ചയൊക്കെ നല്ലതായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി പോവാണ്. അവർ താഴെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചായ മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ കടയിൽ. അപ്പം ഹനി മാഗി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി ഓടി പോകുന്നത്. ഹനി പറഞ്ഞ മാതിരി ഒരു വലിയ ചലഞ്ചായിരുന്നു. അയ്യോ, കാശ്മീരിലെ ഹരി പർബാദ് ഫോർട്ടിൽ പോയിട്ട് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് ഇവർ പറയണത്. അത് പിന്നെ ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നു. ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല, കുറച്ച് ഈസിലി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. നല്ല സ്റ്റീപ്പായ കയറ്റമായിരുന്നു. അയ്യോ, ഇനി ഒരു ലേക്കും സ്റ്റെപ്പ് ഫാമിങ്ങും ഉണ്ട് കാണാൻ പറഞ്ഞു. അപ്പോൾ അത് കാണാം. പക്ഷേ സ്റ്റെപ്പ് ഫാമിങ്ങിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഒരു പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസുണ്ട്, അതെന്തായാലും അടച്ചാണ് ഇപ്പോൾ 5:30 എന്തായാലും. പക്ഷേ കയറി വന്നത് വെറുതെ ആയില്ല, നല്ല വ്യൂ ആയിരുന്നു. സൂര്യൻ അസ്തമിച്ചത് ഇപ്പോൾ ധർമ്മശാലയിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ കണ്ട പോലെ സ്നോ ലാഡഡ് മൗണ്ടൻ അല്ലെങ്കിലും റെഡ് കളർ ലാഡഡ് മൗണ്ടനായി. അങ്ങനെ താഴെ എത്തി. ഇനി നേരെ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫാമിങ്ങും ലേക്കും കാണാം. അതിന് മുമ്പ് ഒന്ന് ചായ കുടിച്ച് ഇത്തിരി മോമോസൊക്കെ കഴിക്കാം. ക്ഷീണം തീരട്ടെ, ക്ഷീണം മാറട്ടെ അല്ലേ. ഹനി ഓൾറെഡി മാഗി കഴിച്ചു തുടങ്ങി, മോനത്ത് ചായ കുടിച്ചു തുടങ്ങി. ഇവർ വിറകൊക്കെ വെട്ടുന്നുണ്ട്, തീയിടാനായിരിക്കും. താജു, നീ വരാഞ്ഞ നന്നായി മോളെ, വരാഞ്ഞ നന്നായി. ഇതുവരെ ചെയ്ത പാപങ്ങൾ വല്ലതുണ്ടെങ്കിൽ എല്ലാം തീർന്നുണ്ടാവും, ദേവി ക്ഷമിച്ചുണ്ടാവും. അതുകൊണ്ട് നന്നായി. കൊള്ളാമോ? അതും വിറകൊക്കെ വെട്ടീനത് കൊണ്ടിട്ടുണ്ട്. ഒന്ന് മധുരം കുറച്ചിട്ടേ. ഇനി നമ്മൾ പോകുന്നത് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. പക്ഷെ ഇതിപ്പോൾ സമയമൊക്കെ കഴിഞ്ഞു, അവിടെ ഓഫീസൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്. പിന്നെ അവിടുന്ന് ഈ ശിവാലിക് മൗണ്ടെയിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ പോവാണ്. പക്ഷേ ഏകദേശം സൂര്യാസ്തമയമൊക്കെ ആയ കാരണം വെളിച്ചമൊക്കെ കുറവാണ്. എന്നാലും എന്താണ് അവിടെ ഉള്ളതെന്ന് പോയി നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള ഒരു നോൺ പ്രോഫിറ്റ് പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഫാമിംഗ് രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടും പൊട്ടറ്റോ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൃഷിയൊന്നുമില്ല. അവർ വിൻ്റർ സീസൺ കഴിയുമ്പോൾ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് നിലയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഫാമിംഗ് രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സീസൺ ആകുമ്പോൾ ഇവിടെ കൃഷി ആരംഭിക്കും എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഓഫീസ്. പിന്നെ ഇപ്പോൾ 5:30 കഴിഞ്ഞ കാരണം ഓഫീസൊക്കെ അടച്ചിട്ടുണ്ട്. നോർമലി ഇത് വർക്കിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കും. ഇതിപ്പോൾ വൈകുന്നേരം ക്ലോസിങ് ടൈം കഴിഞ്ഞത് കാരണം തന്നെ ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കയറി കാണാൻ പറ്റിയില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമായും നടക്കുന്നത് പൊട്ടറ്റോ ബ്രീഡിങ്ങിലത്തെ ഹൈബ്രിഡൈസേഷൻ വർക്കും പിന്നെ മറ്റൊരു പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ളത് സീഡ് പൊട്ടറ്റോൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 2 ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കുഫ്രിയിലത്തത് സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാണ്ട് ഊട്ടിയിലും പൂനെയിലും മീററ്റിലും ഒക്കെ ഈ ICARൻ്റെ കീഴിൽ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിൽ ഇതേപോലത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് ലേക്ക് എന്ന് പറയുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ബോട്ടിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അത്ര മെയിൻറ്റെയിൻഡ് ആയിട്ടും തോന്നിയില്ല ആക്ച്വലി. അങ്ങനെ ചുമ്മാ ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് അട്രാക്റ്റീവായിട്ട് ഒന്നും തന്നെ അതിനകത്തില്ല ആക്ച്വലി. നന്ദി, ഇവിടെ ഒന്നുമില്ല, എല്ലാം ഉണങ്ങിപ്പോയി. അതാണ് സംഭവം. ഗ്രീനറി വരുമ്പോ നല്ല ഗ്രീൻ ആകുമ്പോ. അതെ, വാ പോയേക്കുന്ന നമുക്ക് പോവാം. തിരിച്ചു പോവാം.
ഇതാണ് ലേക്ക്, വേറൊന്നുമില്ല കാര്യമായിട്ട്. ആ ഇതില് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അതെ ശരി. സന്ധ്യയായില്ലേ? ഓ, മലയ്ക്ക് ഓരോ സൈഡിലും ഓരോ കളറാ അല്ലേ? എന്താ ഭംഗി. ഇവിടേക്ക് ഇവർ കൃഷി ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കഴിഞ്ഞ് ആ കളച്ച് അടുത്തത് റെഡി ആയതാണ്. ഇതാ തീയൊക്കെ ഇട്ട് വാ പോവാം, തിരിച്ചു പോവാം. വണ്ടീൻ്റെ അടുത്തെത്തി. കയറിക്കോ കുട്ടികളെ, കയറിക്കോ. ആ പുറകെ കയറുന്നവർ കയറ്, മുമ്പിൽ കയറുന്നവർ കയറൂ, എല്ലാവരും കയറി. ഇങ്ങനെ ഞങ്ങൾ കുഫ്രി ട്രിപ്പ് കഴിഞ്ഞ് വന്നു. എന്ത് പറ്റി? थैंक यू भैया। ठीक है, वेलकम भैया। आप नंबर दे दीजिए प्लीज। मैंने दे दिया भैया। ओके ओके। वेलकम बेटा, नेक्स्ट टाइम ही। हाँ नेक्स्ट डे, हाँ बर्फ गिरने के बाद हम कोई आएंगे बात एक और नहीं, मैं बार। आपको कॉल, आपने कॉल कर देना, मैं आपको बता ठीक। दूंगा। अगर मेरे को ध्यान रहेगा मैं आपको कॉल। ठीक है भैया, थैंक यू वेरी मच। ഇനി നമ്മൾ നമ്മുടെ വണ്ടി കയറി ഹോട്ടൽ റൂമിൽ പോവാം. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഞങ്ങളെ ഹോട്ടൽ റൂമിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് അമ്പാലയ്ക്ക് പോവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത ദിവസം ടോയ് ട്രെയിനിൽ കയറിയിട്ട് അമ്പാലയ്ക്ക് പോകും. അമ്പാലയല്ല, ആക്ച്വലി കൽക്ക വരെയാണ് ടോയ് ട്രെയിൻ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ടാക്സി പിടിച്ച് അമ്പാലയ്ക്ക് പോകണം. ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് അവിടെ നിന്നും പറഞ്ഞല്ലോ മാൾ റോഡിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ രാത്രി ഇനി മാൾ റോഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മാൾ റോഡിലേക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ മാൾ റോഡിലെല്ലായിടത്തും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. നമുക്ക് മാൾ റോഡിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.